വാക്യം നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നു. അവിടെ നമുക്ക് തുടങ്ങാം. ദയവായിട്ട് എഫേസ്യ ലേഖനം 5-ാം അധ്യായം നിങ്ങളൊന്ന് എടുക്കണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18 തുടങ്ങി താഴേക്കുള്ള 20 വരെയെങ്കിലും നമ്മളൊന്ന് വായിച്ചു പോകുന്നത് നല്ലതാണ്. 5-ന്റെ 18 തുടങ്ങി 20 വരെയുള്ള വാക്യങ്ങൾ ഒരാളൊന്ന് ഉറക്കെ വായിച്ചു. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒരാൾ ഉറക്കെ വായിച്ചു. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. ഒരു ചെറിയ പദം വിട്ടു കളഞ്ഞു, അതും കൂടെ വേണം നമുക്ക്. അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. അതിനു മുൻപിലുണ്ട് വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തു എനിക്ക് തോന്നുന്നു സിസ്റ്റർ ഈ പെന്തിക്കോസ്തുകാരുടെ ഇടയിൽ വന്ന് വീഞ്ഞു കുടിക്കണോ ആ വാക്യം വായിക്കണമെന്നും കണ്ടോ മറ്റാണ് ഒഴിവാക്കിയത്. പെന്തിക്കോസ്തുകാരുടെ യോഗത്തിന് വന്ന് കള്ളു കുടിക്കരുതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് വേറെ ദിവസമൊക്കെ കിടപ്പുണ്ടല്ലോ. എനിക്കും അതിനകത്ത് നിന്ന് ചില കാര്യം പറയാനുണ്ട്. അതുകൊണ്ടാണ് വീഞ്ഞു കുടിച്ചു മത്തരാകരുത് എന്ന് പറഞ്ഞത് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മിക ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ചും ദൈവത്തിന് പാടിയും കീർത്തനം ചെയ്തും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്യുവിൻ. നിങ്ങൾ ആ വാക്യം ഒന്ന് ഇംഗ്ലീഷിൽ വായിക്കുന്നത് കുറെ കൂടെ പ്രയോജനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഞാൻ അങ്ങ് വായിക്കാം. And be not drunk with wine wherein is excess, but be filled with the Spirit, speaking to yourselves in psalms and in hymns and spiritual songs, singing and making melody in your heart to the Lord. Okay, be not drunk. വീഞ്ഞു കുടിക്കരുത് എന്ന് പറഞ്ഞാ ഇൻ എക്സസ്, അധികമേ. അതാ നമ്മൾ ഈ മത്തരാകരുത് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, അധികമായി പോകരുതെന്ന. അതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാല്, അപ്പൊ നമുക്ക് ഇച്ചിരി എങ്കിലും കുടിക്കാവോ എന്ന് ചിലർ ചോദിച്ചേക്കാം. ഇത് മദ്യത്തിന്റെ കാര്യമല്ല പറയുന്നത്. ഈ പാലസ്തീൻ എന്ന് പറയുന്ന നാട് സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 3000-ൽ പരം അടി ഉയരം കിടക്കുന്നതാണ് പലസ്തീൻ സത്യത്തിൽ പർവ്വതമാണ്. നിങ്ങൾക്കറിയാമല്ലോ, യെരൂശലേം എന്ന് പറയുന്നത് വലിയ പർവ്വതത്തിന്റെ മുകളിലാണ്. അപ്പൊ പാലസ്തീൻ നാടിന് മൊത്തം നല്ല ഉയരമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 3000 അടി പൊക്കത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ വെള്ളം കിട്ടാനായിട്ട് അക്കാലത്ത് കിണർ കുഴിക്കുന്ന പദ്ധതിയുണ്ട്, നമ്മളെ പോലെ തന്നെ. പക്ഷെ കിണർ വളരെ ആഴത്തിൽ കുഴിക്കേണ്ടി വരും. കാരണം ഞാൻ പറഞ്ഞല്ലോ, സമുദ്രനിരപ്പിൽ നിന്നും 3000-ൽ പരം അടി പൊക്കത്തിലാണ് കിടക്കുന്നത്. അങ്ങനെ വെള്ളം പഴേക്ക് കുഴിച്ച വെള്ളം. യാക്കോബിന്റെ കിണറിന്റെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ശമരിയക്കാർ ചോദിച്ചില്ലേ, കിണർ വളരെ ആഴമുള്ളത്. കർത്താവിനോട് പറഞ്ഞില്ലേ? അതൊക്കെ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. കാരണം ഈ പാലസ്തീനിലെ കിണറൊക്കെ ഒത്തിരി ആഴമുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിലെ കിണർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഒരു 3 അടി 5 അടി 4 അടി അതിൽ കൂടുതലൊന്നും ഞങ്ങളുടെ നാട്ടിൽ വലിയ കിണർ കുഴിക്കേണ്ടി വരില്ല. എന്നാൽ ഇവിടുന്നും കുറേ കൂടെ കിഴക്കോട്ടൊക്കെ നമ്മുടെ ഹൈറേഞ്ചസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി ആഴത്തിലുള്ള കിണർ ഞാൻ കണ്ടിട്ടാണ്. ചിലടത്തൊക്കെ കിണർ കുഴിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കിണറ്റിനകത്തേക്ക് നോക്കിയ കണ്ണെത്തുകയല്ല, തലകറ. അതുപോലെ ആഴത്തിൽ ഇങ്ങനെ വെട്ടി താഴെ പോകും. ഇതുപോലാണ് പാലസ്തീനിൽ കിണർ കുഴിക്കുന്നത്. അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. അവിടുത്തെ വെള്ളത്തിന് ഭൂമിയുടെ ഒത്തിരി ആഴത്തിൽ നിന്നും ലഭിക്കുന്നതായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ വെള്ളം പോലല്ല, ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞ ഖനജലം. ഹാർഡ് വാട്ടർ, അമ്ലാംശം കൂടുതലാണ്. ആ പച്ചവെള്ളം, ആ വെള്ളം കോരി നമ്മൾ കുടിച്ചോണ്ടിരുന്നാൽ വലിയ താമസം ഇല്ലാതെ അജീർണം ഉണ്ടാകും. അജീർണം എന്ന് പറഞ്ഞാൽ ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ കുടലിൽ പുണ്ണുണ്ടാകും, കുരുക്കളുണ്ടാകും.
അതാ പണ്ട് തിമോത്തിയോസിന് ഒരു പറ്റി. തിമോത്തിയോസ് വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ, ചെറുപ്പമാണല്ലോ ഒന്നേ, ഈ ചെറുപ്പത്തിൽ ഒരു ആരംഭശൂരത്വം എടുത്തിയാട്ടം ഒക്കെ ഉണ്ടാകുമല്ലോ, അത് സ്വതസിദ്ധമാണ്. ഞാനും ഒത്തിരി അബദ്ധം കാണിച്ചിട്ടുള്ള ഒരുത്തരാ ചെറുപ്രായത്തിലൊക്കെ. എല്ലാവർക്കും സംഭവിക്കാം. ഇന്നതൊക്കെ ഓർക്കുമ്പോൾ പലപ്പോഴും ചിരി വരും. നമ്മള് അല്ലേ വെട്ടൊന്ന് മുരുകണ്ട് എന്ന് പറഞ്ഞ് എടുക്കടാ പിടിക്കടാ എന്നൊക്കെ പറഞ്ഞ് ചാടും. തിമോത്തിയോസ് വിശ്വാസത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് തിമോത്തിയോസിനൊരു അബദ്ധം പറ്റി. തിമോത്തിയോസ് പറഞ്ഞു, ഇനി ഞാൻ വീഞ്ഞു കുടിക്കുന്നില്ല, ഞാൻ പച്ചവെള്ളം മാത്രമേ കുടിക്കോളെന്ന് പറഞ്ഞ് തിമോത്തിയോസ് വെള്ളം മാത്രം കുടിക്കാൻ തുടങ്ങി. പക്ഷെ പലസ്തീനിലുള്ളവരെല്ലാം വീഞ്ഞാ കുടിക്കുന്നതിന്റെ കാരണം ഞാൻ പറയാം. തിമോത്തിയോസ് ഈ വെള്ളം മാത്രം എന്തിനാ കുടിക്കുന്ന? വെള്ളം കുടിക്കുന്നത് വിശ്വാസത്തിന്റെ തീക്ഷ്ണതയിൽ അല്ലേ. വീഞ്ഞും മദ്യവും വീഞ്ഞും എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടതാണല്ലോ എന്ന് കണ്ടതങ്ങ് നീക്കിയതാണ്. പക്ഷേ വലിയ താമസമില്ലാതെ തിമോത്തിയോസിന് ഉടലിൽ പുണ്ണുണ്ടായി, കുരുക്കളുണ്ടായി. അതുകൊണ്ട് പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, കൂടെ ഉണ്ടാകുന്ന നിന്റെ ഈ ക്ഷീണവും അജീർണവും നിമിത്തം കുറച്ച് വീഞ്ഞും കൂടെ കുടിച്ചു കൊള്ളി. അല്ലാതെ അത് മദ്യം കുടിക്കാൻ പറഞ്ഞതല്ല. കൂടെ നിനക്ക് ക്ഷീണമുണ്ടല്ലോ, പിന്നെ അജീർണം, ഡിസെൻട്രി, ആ പദം അവിടെ ഉപയോഗിച്ചിരിക്കും. അത് തന്നെയാ പദം, ഡിസെൻട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വയറുകടി. ആ വയറുകടി അപ്പോ തിമോത്തിയോസിന് അത് പറ്റി. യോഗം നടത്താൻ ഇരുന്നാൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പം 8 പ്രാവശ്യമൊക്കെ ഇറങ്ങി പോകേണ്ടി വരും. ഉപദേശി ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോകുന്ന വിശ്വാസികൾക്കും ബുദ്ധിമുട്ടാണ്, ശുശ്രൂഷയ്ക്കും തടസ്സമാണ്. ഇത് പൗലോസ് അറിഞ്ഞു. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത് ഇത്തിരി വീഞ്ഞൂടെ സേവിച്ചു. അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അത് നിമിത്തം ഈ പാലസ്തീൻ നാട്ടിലുള്ളവരെല്ലാം ഈ വെള്ളത്തിലെ അമ്ലാംശം കുറയ്ക്കാൻ വേണ്ടി, ചരിത്രമാ പറയുന്ന വേദപുസ്തകത്തിൽ ബന്ധിപ്പിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഖനജലം, അമ്ലാംശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഈ കുഴൽക്കിണറിൽ നിന്ന് വരുന്ന വെള്ളമില്ലേ, നിങ്ങൾ അതിനകത്ത് തുണി കഴുകി നോക്കിയിട്ടുണ്ടോ? സോപ്പ് പതയുകയല്ല. നമ്മൾ സാധാരണ പ്ലറ്റിൽ നിന്ന് കോരി കഴുകുന്ന പോലെ വെള്ളത്തിൽ സോപ്പ് പതയുന്ന പോലെ സോപ്പ് പതയില്ല, ഖനജലമാണ്. അതില് നമ്മളൊരു ചായ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വല്ലാത്ത അല്ലേ, ഒരു എന്താ, ഒരു ചെമ്പിന്റെ മെറ്റലിന്റെ ഒരു ടേസ്റ്റാ. അപ്പൊ അതുകൊണ്ട് അത് കിട്ടുകയില്ല, അത് പറ്റുകയില്ല. ഞാൻ ഒരിക്കൽ താമസിച്ച ഒരു ഫെയ്ത്ത് ഹോമിന്റെ അടുത്ത് സർക്കാർ വന്ന് നമ്മുടെ വാതിക്കെ കൊണ്ടൊരു കുഴൽക്കിണർ കുത്തി. വെള്ളം ഇടയ്ക്ക് കുറവുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് ആ പഞ്ചായത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വാതിക്കെ കൊണ്ട്, ഫെയ്ത്ത് ഹോമിന്റെ വാതിക്കെ കൊണ്ടാണ് കണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് കിണറുണ്ട്, എങ്കിൽ പോലും ഇടയ്ക്ക് വലിയ ബെത്തപ്പാടില്ല. മറ്റേത് കറണ്ടൊക്കെ പോകുന്ന സമയത്ത് പിന്നെ വലിച്ചു കോരണ്ടേ, അത് വേണ്ട. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചെന്ന് കുഴൽക്കിണറിൽ നിന്ന് വെള്ളം എടുക്കും. അതിന്ന് ഒന്ന് ചായ ഇട്ട് നോക്കിയാൽ നിങ്ങൾ കുടിക്കുക, പെട്ടെന്ന് കുടിക്കുക. ഖനജലമ ഹാർഡ് വാട്ടർ എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? അതുകൊണ്ട് ഈ പാലസ്തീൻകാർ എന്ത് ചെയ്യുന്നറിയാമോ? അതിനകത്ത് അല്പം കുറേശ്ശെ വീഞ്ഞ് ചേർത്ത്, കണ്ടമാനമല്ല, കുറേശ്ശെ വീഞ്ഞ് ചേർത്ത്. ആ വീഞ്ഞ് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഘനത്വം, അമ്ലാംശം കുറഞ്ഞു വരും. അതുകൊണ്ട് അവര് പലസ്തീനിൽ എല്ലാവരും വീഞ്ഞു കുടിക്കുന്നത് കേട്ടോ. എന്നാൽ അതിന്റെ അളവ് കൂടിയാൽ എന്ത് ചെയ്യും? വീഞ്ഞ് നമ്മൾ ചേർക്കുമ്പോൾ അതിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ മത്തരാവും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ, മലയാളികളുടെ ഭാഷയിൽ പൂസാകുമെന്ന് പറയല്ലേ, അത് തന്നെ. സത്യത അത് ഇംഗ്ലീഷാ കേട്ടോ. നമ്മൾ മലയാളത്തിൽ അത് പൂസാക്കി, ഇംഗ്ലീഷിൽ അത് ബൂസാണ്. ഡിക്ഷണറി എടുത്ത് നോക്കിയോ, ബൂസ് കിടപ്പുണ്ട്. ആൻഡ് ഹി ഗോട്ട് ബൂസ്റ്റ് എന്ന് പറയും. അവൻ ബൂസായി പോയി. പറയുന്ന പദം തന്നെ കേട്ടോ, ബൂസ് എന്ന് പറയും. അത് തന്നെ, അങ്ങനെ ആയി. അപ്പൊ അത് അങ്ങനെ ആകരുത്. വീഞ്ഞു കുടിച്ച് നിങ്ങൾ ബൂസാകരുതെന്നായി പറഞ്ഞത് പൗലോസ്. മനസ്സിലായോ? അതിന്റെ കാര്യം എന്നാ അറിയാമോ? നമ്മുടെ തലയ്ക്ക് വെളിവ് കെട്ട് കഴിഞ്ഞാൽ പിന്നെ ദുർനടപ്പുണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി അതിലേക്ക് എനിക്ക് വരണം, ഞാൻ പിന്നെ വരാം. അപ്പൊ വീഞ്ഞു കുടിച്ചു മത്തരാകരം എന്ന് പറയുകയാണ്. പിന്നെ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും താഴേക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമ്മൾ ആ ഭാഗം മുഴുവൻ വേണമെങ്കിൽ നമുക്കൊന്ന് ചുരുക്കിയെടുക്കാമേ. സങ്കീർത്തനങ്ങളാലും ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ചും കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും എന്ന് പറഞ്ഞ് താഴേക്ക് വരികയല്ലേ.
അത് മൊത്തം എന്താണെന്ന് അറിയാമോ? അതും എനിക്ക് വിവരിക്കേണ്ടതുണ്ട്. അടുത്ത ക്ലാസ്സുകളിൽ നമ്മളത് പറയും. ഇത് മൊത്തം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഇത്രയേ ഉള്ളൂ: ആത്മാവ് നിറഞ്ഞവരായി ദൈവത്തെ ആരാധിക്കുക. ദൈവത്തെ ആരാധിക്കുന്നതല്ലേ സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയ ഗീതം. അതൊക്കെ എന്നാന്ന് ഞാൻ പറയാം കേട്ടോ. ഇതെല്ലാം ഡിഫറെന്റ് ആണ്. നമുക്കെല്ലാത്തിനോടും ഒന്നേ ഉള്ളല്ലോ. പാട്ട്, നമ്മൾ ഒറ്റ പാട്ടാ. അങ്ങനെ മൊത്തം അങ്ങ് പാട്ടിലായിരിക്കുക ഇപ്പൊ നമ്മള്. സത്യത്തിൽ ഇതെല്ലാം വ്യത്യാസമാണ് കേട്ടോ. ദൈവസഭ ഇതാ 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ, അതാ ഞാൻ പറഞ്ഞത്, 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ നടന്നു വന്ന ആരാധനയുടെ ക്രമീകരണമാണ്. സങ്കീർത്തനം, സ്തുതി, ആത്മീയ ഗീതം ഇതെല്ലാം വെവ്വേറെയാണ്. നമുക്കിതെല്ലാം ഒന്നാണല്ലോ. നമ്മൾ ആരാധന തുടങ്ങാൻ വരുവീൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ എന്ന് പറഞ്ഞ് പരസ്യോത്തിന്റെ പാട്ടും പാടിയാ നമ്മൾ ആരാധന തുടങ്ങും. നമുക്കിതൊന്നും അറിഞ്ഞുകൂടാ. അതാ ഞാൻ പറഞ്ഞത്, വചനം പഠിക്കുന്നില്ല, വചനം വായിക്കുന്നില്ല, വചനം പഠിപ്പിക്കുന്നില്ല ജനത്തെ. ആരാധന എങ്ങനെയാണെന്നാ പറഞ്ഞത്? ആത്മാവ് നിറഞ്ഞവരായിരിക്കണം. ഇത്രയേ ഉള്ളൂ. ആത്മാവ് നിറഞ്ഞവരായി നാം ആരാധിക്കണം എന്ന് നമുക്ക് പറഞ്ഞിട്ട് ഞാനിപ്പോ അവിടെ നിർത്താം. അപ്പോ be not drunk and in excess and be filled with the Spirit. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? മൂലഭാഷയിലും ഇംഗ്ലീഷിലും വായിച്ചാൽ ഈ സെന്റൻസ് ഉണ്ടല്ലോ, ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറഞ്ഞ് നമ്മൾ ചില കാര്യങ്ങൾ പറയുക. സങ്കീർത്തനം പാടണം, സ്തുതി പാടണം, ആത്മീയ ഗീതങ്ങൾ പാടണം, തമ്മിൽ പ്രബോധിപ്പിക്കണം, ദൈവത്തിന് പാടണം, കീർത്തനം ചെയ്യണം, ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇതാ പറഞ്ഞു വന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മൂലഭാഷയിലും ഇംഗ്ലീഷും ശ്രദ്ധിച്ചു. ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് നിങ്ങൾ കിങ് ജെയിംസ് വേർഷൻ, കാരണം ഈ മൂലഭാഷയോട് കുറെ അടുത്ത് കിടക്കുന്ന തർജ്ജമ അതാണ്. എന്നാൽ അതിലും തെറ്റില്ലെന്നല്ല. കഴിയുമെങ്കിൽ നിങ്ങൾ മൂലഭാഷ തന്നെ പഠിക്കണം. ഗ്രീക്ക് എല്ലാവർക്കും അറിയത്തില്ലാത്തതുകൊണ്ടായി പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ട്, കിങ് ജെയിംസ് വേർഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ സെന്റൻസ് എങ്ങനെയാണ്? എന്താണെന്നറിയാം? ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. അങ്ങനെ എഴുതി വെച്ചിരിക്കും. ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറയുന്നത് ഒരു അനുമതിയല്ല, ഒരപേക്ഷയല്ല, ഒരു സാധ്യതയല്ല. മറിച്ച് പൗലോസ് ഇതൊരു കമാൻഡായിട്ടാണ് പറഞ്ഞത്. ഒരു ആജ്ഞയായിട്ട് ദൈവസഭയോട് പറയുക. മനസ്സിലായോ? ആത്മാവ് നിറയാം. ആത്മാവ് നിറഞ്ഞ് പൗലോസ് ചോദിച്ചു, എല്ലാരും ആത്മാവിലൊന്ന് നിറയാവോ എന്നല്ല ചോദിച്ചത്. ഒരു കമാൻഡർ ഇൻ ചീഫിനെ പോലെ നിന്നുണ്ട് പൗലോസ് പറയുകയാണ്, ആത്മാവിൽ നിറയപ്പെടൂ. ഇതാ ഞാൻ പറഞ്ഞത്. ഈ മൂലഭാഷ നമ്മൾ പഠിച്ചേച്ച് നമ്മുടെ ഇരിക്കുന്ന തർജ്ജമയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ എടുത്ത് കിണറ്റിലിടാൻ തോന്നും. സത്യമാണേ. ഞാൻ പറഞ്ഞു, ഇതൊരു കമാൻഡാണ്. കമാൻഡ് എന്ന് പറഞ്ഞാൽ ആജ്ഞയാണ്, ഒരു ഓർഡറാണ്. ഇപ്പൊ പുതിയ നിയമത്തിലെ ഒരു കൽപ്പനയാണിത്. പുതിയ നിയമത്തിൽ കൽപ്പനകളുണ്ട് കേട്ടോ. പുതിയ നിയമത്തിൽ കൽപ്പനകളുണ്ട്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട് അടുത്ത ദിവസം. ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ, മറ്റേ ക്ലാസ്സിൽ വാ. അവിടെ ഉപദേശത്തെ കുറിച്ചാണ് പറയുന്നത്. അന്നേരം അതിനെ കുറിച്ചൊക്കെ അവിടെ പറയും. പുതിയ നിയമ കൽപ്പനകളിൽ വളരെ പ്രമുഖമായ ഒരു കൽപ്പനയാണ് ആത്മാവിൽ നിറയപ്പെടൂ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ആരാ കൽപ്പന കൊടുക്കുന്നേ? ആജ്ഞാപിക്കുന്നത് ആരാ? ആർക്കാ ആജ്ഞാപിക്കാൻ കഴിയുന്നത്? നിങ്ങളൊക്കെ മക്കളുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നു. കുഞ്ഞുങ്ങളുണ്ടെങ്കിലേ നിങ്ങളോട് ആരോടെങ്കിലും നിങ്ങളുടെ കുഞ്ഞ് പറയുക, ഇറങ്ങിപ്പോടാ, അല്ലെങ്കിൽ ഇറങ്ങിപ്പോ, പറയുമോ? പറയുമോ? പറഞ്ഞ ഒന്നേ പറയൂ, രണ്ടാമത് പറയാൻ അവസരം കൊടുക്കുകയില്ല. നിങ്ങൾ സ്കൂളിലേക്ക് അല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നിടത്ത് അവിടെ ക്ലാസ്സിൽ കയറി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനോട് പിള്ളേര് പറയുക, പറയുമോ? പറയുമോ? ഇല്ല, ഇല്ല. അതേസമയം അധ്യാപകന് പറയാം പിള്ളേരോട്, get out of the class. അപ്പനും അമ്മയ്ക്കും പിള്ളേരോട് പറയാം, ഇറങ്ങിപ്പോടാ.
ഇല്ലേ? അപ്പൊ ആരാ ആജ്ഞ കൊടുക്കുന്നേ? എന്റെ ചോദ്യം മനസ്സിലായോ? അധികാരമുള്ളവൻ. മനസ്സിലായോ? അധികാരമുള്ളവനാണ് ആജ്ഞ കൊടുക്കുന്നത്. ദൈവസഭയുടെ അപ്പോസ്തലൻ എന്നുള്ള നിലയിൽ അനേക കഷ്ടതകളിലൂടെ കടന്നുപോയ പൗലോസ്, സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച പൗലോസ്, സഭകൾ സ്ഥാപിച്ച പൗലോസ്, ദൈവം കൊടുത്ത, കർത്താവ് കൊടുത്ത അധികാരത്തോടെ സഭയോട് പറയുകയാണ്, ആത്മാവിൽ നിറയപ്പെടൂ, ആത്മാവിൽ നിറയപ്പെടൂ. നമുക്ക് എതിർത്ത് പറയാവോ? എതിർത്ത് പറയാവോ? അപ്പൊ അധികാരമുള്ളവനാണ് ആജ്ഞാപിക്കുന്നത്. ഒരു പട്ടാളത്തിലെ മേലധികാരി, കമാൻഡർ ഇൻ ചീഫ് ആണ് ആജ്ഞ കൊടുക്കുന്നത്. അല്ലാതെ പട്ടാളക്കാരൻ മുകളിലോട്ടാണ് ആജ്ഞ കൊടുക്കുന്നത്? അല്ല. ഒരു യുദ്ധസ്ഥലത്ത് യുദ്ധം കൊടുമ്പിരി കൊണ്ട് നടക്കുകയാണേ. യുദ്ധം അങ്ങനെ നുഴഞ്ഞു കയറ്റക്കാരൻ ഇപ്പൊ എവിടെ ആയിക്കോട്ടെ, നമ്മുടെ ബറ്റാലിക്കിലോ ലഡാക്കിലോ ഒക്കെ ആയിക്കോട്ടെ, അങ്ങനെ കുറെ നുഴഞ്ഞു കയറ്റക്കാര് നമ്മുടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ പട്ടാളക്കാര് നോക്കി നിൽക്കുക. പരിധി ലംഘിച്ചെന്ന് പറയുമ്പോൾ, കാണുമ്പോൾ പട്ടാളക്കാർക്ക് ഇഷ്ടമുള്ളതുപോലെ വെടിവെക്കാൻ പറ്റുകയല്ല. കമാൻഡർ ഇൻ ചീഫ് ഒറ്റ ഓർഡറാണ്. പട്ടാള മേധാവി, അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പട്ടാള മേധാവി ഒറ്റ കമാൻഡർ, പട്ടാളക്കാർ ഇവിടെ ഉണ്ടേ അറിയാം. ഫയർ എന്ന് പറഞ്ഞാൽ തീ കത്തിച്ചോടാന്നല്ല, വെടിവെച്ചോളാനാ. ഫയർ എന്ന് പറഞ്ഞാൽ വെടിവെക്കാൻ. കമാൻഡർ ഇൻ ചീഫ് വെടിവെക്കാൻ പറഞ്ഞപ്പോഴേ ഒരു 7-ാം കൂലി പട്ടാളക്കാരൻ തോക്ക് കീഴോട്ട് ചൂണ്ടി നിന്നിട്ട് തിരിഞ്ഞു ചോദിക്കുക, അല്ലേലോ? അവൻ പിന്നെ പട്ടാളത്തിൽ കാണുമോ? അവൻ പിന്നെ ഇത്രയേ ഉള്ളൂ, ഇത് ഓർത്തേച്ചാൽ മതി. സഭയുടെ നാഥൻ കൊടുത്ത അധികാരത്തോടെ 2-ാം ക്രിസ്തു എന്നൊക്കെ പറയപ്പെടുന്ന കർത്താവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം എന്ന് വേണേ പറയാം. സഭകൾക്ക് ഇത്രയും ലേഖനം എഴുതി, പത്രോസ് പോലും ഇത്രയും ലേഖനം എഴുതിയില്ലല്ലോ. സെക്കൻഡ് ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്ന പട്ടാള മേധാവി, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്നത്. സഭയുടെ കമാൻഡർ ഇൻ ചീഫ് നമ്മുടെ കർത്താവാ. അതിന്റെ തൊട്ട് താഴെ വരുന്നവനാണ് പൗലോസ്. ആ പൗലോസ് പറയുകയാണ്, ആത്മാവിൽ നിറയപ്പെടൂ. ആർക്കെങ്കിലും അധികാരമുണ്ടോ അല്ലേലോ എന്ന് ചോദിക്കാൻ? ഉണ്ടോ? അതധികാരമില്ല. ഈ ആജ്ഞകളുടെ ഒരു പ്രത്യേകത ഉണ്ടോ? ആജ്ഞകളുടെ ഒരു പ്രത്യേകതയെ കുറച്ച് പദങ്ങൾ കൊണ്ടേ പറയുള്ളൂ. ഒത്തിരി നീട്ടി പറയാൻ പറ്റുമോ? ഒത്തിരി നീട്ടി പറഞ്ഞാൽ അത് കമാൻഡ് ആവുമോ? അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചേ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ഒറ്റ വേർബ് മാത്രമേ കാണുള്ളൂ. മനസ്സിലായോ? സാധാരണ നമ്മള് നാമം, ക്രിയ, പിന്നെ സർവനാമം, നാമവിശേഷണം, ക്രിയാവിശേഷണം, അങ്ങനെ പോകും സെന്റൻസിനകത്ത്, ഇല്ലേ? മലയാളത്തിൽ നമ്മൾ ആഖ്യാതം എന്നൊക്കെ പറയല്ലേ എന്ന് പറഞ്ഞ പോലെ സെന്റൻസ് വേണം ഇങ്ങനെ നീണ്ടു. അങ്ങനെ പറഞ്ഞാലേ അത് കമാൻഡ് ആകുകയല്ല. നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ വളർത്തുന്ന നായി അകത്ത് കയറി കിടക്കുക. അപ്പൊ ഇതിനോട് പുറത്തിറങ്ങി പോകാൻ നമ്മളൊന്ന് പറയണം. എങ്ങനെ പറയുന്നേ? നിങ്ങളാണ് എങ്ങനെ പറയും? പട്ടി തെറ്റിയെ കയറി കിടക്കുക, അങ്ങനെ ഒന്ന് പറയാതി. നായ എന്നുള്ളത് വിട്ട് പട്ടി തെറ്റിയെ കയറി കിടക്കുക കണ്ടാ നിങ്ങൾ എങ്ങനെ പറയും? എങ്ങനെ പറയുന്നേ? നമ്മൾ ഗ്രാമറും ഒക്കെ ഒപ്പിച്ച വൈയാകരണ പ്രീതിക്ക് വേണ്ടി, അല്ലയോ ശുനകവീര, ഈ അന്തർമന്ദിരത്തിൽ നിന്നും അങ്കണത്തിലേക്ക് നീ ബഹിർഗമിക്കയില്ലയോ എന്ന് സംസ്കൃതത്തിലും സാഹിത്യത്തിലും ചോദിച്ച പട്ടി കിടക്കുന്നിടത്ത് കിടക്കുന്ന നീ പുറത്തു പോവുകയുള്ളൂ. പട്ടിയോട് എന്നാ പറയുന്നത്? പട്ടി. അത്രയും പറഞ്ഞാൽ പോരെ, എന്തിനാ കൂടുതൽ പറയുന്നത്? അതാ കമാൻഡ് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഈ കമാൻഡ് പറഞ്ഞും തിരിച്ചു ചോദിച്ചാൽ അവനെ പുറത്ത് തൂക്കിയെടുത്തെറിയാൻ
ശക്തിയുള്ളവനും അധികാരമുള്ളവനും കമാൻഡ് കൊടുക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? അപ്പോ നമ്മൾ പറയുകയാണ് എനിക്ക് പറ്റുകയില്ലെന്ന് പറഞ്ഞാലോ? ദൈവസഭയോടായി പറയുന്നേ, ദൈവസഭയോടാ, ദൈവമക്കളോടായി പറയുന്നേ. മുമ്പേ അവിടെ ദൈവദാസൻ ഒരു കാര്യം പറഞ്ഞില്ലേ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ 2-3 പേർ പറഞ്ഞേ, ബാക്കി 2-3 പേർ എന്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെ, കേട്ടോ, എവിടെ കൂടിയാലെന്ന് വേദപുസ്തകത്തിൽ ഇല്ല കേട്ടോ. കാരണം 2-3 പേർ കർത്താവിന്റെ നാമത്തിൽ എവിടെയും കൂടുകയില്ല. ഷാപ്പിൽ പോയി കൂടുക നമ്മള് ഇല്ല. അതുകൊണ്ട് എവിടെ കൂടിയാലെന്ന് വേദപുസ്തകത്തിൽ ഇല്ല. എടുത്തു നോക്കിക്കോ. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത്, കാരണം അവൻ കൂടാൻ പ്രത്യേകം സ്ഥലം കാണും. അല്ലാതെ ദുഷ്ടന്മാരുടെ ആലോചന, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഒന്നും പോയി അവൻ കൂടുകയില്ല. അതുകൊണ്ടാണ് 2-3 പേർ. ഇനി അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കരുത് കേട്ടോ. ഒത്തിരി പെന്തിക്കോസുകാർ പ്രാർത്ഥിക്കുന്ന, കർത്താവേ 2-3 പേർ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ എവിടെയും കൂടുകയല്ലോ. കക്കൂസിൽ കൂടുക, നമ്മള് ഷാപ്പിൽ കൂടുവോ? ഇല്ല, അവിടെയൊന്നും നമ്മൾ കൂടുകയല്ലെന്ന്. സിനിമാ തിയേറ്ററിൽ കൂടുക നമ്മള് ഇല്ല, അവിടെയൊന്നും നമ്മൾ കൂടുകയല്ല. അപ്പൊ എവിടെ കൂടിയാലെന്നുള്ളൊരു വറവ് അവിടെ കിടപ്പില്ല കേട്ടോ. നിങ്ങൾ എടുത്തു നോക്കിയോ, മത്തായിയുടെ ശേഷം 18 എടുത്തു നോക്കിയോ. 2-3 പേർ കൂടി വരുന്നിടം, അതേതാ പറഞ്ഞേ? എന്റെ നാമത്തിൽ, കർത്താവ് പറയുക, എന്റെ നാമത്തിൽ 2-3 പേർ കൂടി വരുന്നിടം, അതെന്നതാ കുഞ്ഞെ? അതിന്റെ പേരാ സഭ. ഇപ്പൊ മനസ്സിലായോ? അതിന്റെ പേരാണ് സഭ. അപ്പൊ സഭ എന്ന് പറഞ്ഞാൽ എന്താ? യേശുവിന്റെ നാമത്തിൽ കൂടി വരുന്നിടം. അതിന്റെ കുറഞ്ഞ കോറം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 2-3. അതുകൊണ്ട് അധികം പേരിലേലും ഞാൻ ഈ പ്രസംഗിക്കും. അത് കർത്താവ് പറഞ്ഞ കോറമുണ്ടല്ലോ, അതിൽ കൂടുതലും ഉണ്ടല്ലോ. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത്, സഭ. ആ സഭയോടായി പറയുന്നത്. ആ സഭയോട് കർത്താവിന്റെ നാമത്തിൽ പൗലോസ് പറയുന്നത്, ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്, ആത്മാവിൽ നിറയപ്പെടൂ. ആജ്ഞയാണ് കേട്ടോ. ഇനി അതിനെ വായിച്ച് വഷളാക്കി കളയരുത്. ഈ മലയാളത്തിൽ ഇതെല്ലാം കൂടെ എഴുതി പിടിപ്പിച്ച് വന്നപ്പോഴത്തേക്ക് ആ ആജ്ഞാസ്വരം നമ്മുടെ സെന്റൻസിൽ നിന്നും ചോർന്നു പോയി. ഇതുകൊണ്ടാണ് എന്നെ പോലുള്ള പോഷന്മാര്, അയ്യോ ഈ തർജ്ജമകളുടെ പുറകെ നിങ്ങൾ പോകരുതേ എന്ന് ഞങ്ങൾ എപ്പോഴും ഈ പറഞ്ഞുകൊണ്ടിരിക്കും. തർജ്ജമ നമ്മൾ വായിച്ചാൽ ചെന്ന് അബദ്ധത്തിൽ ചാടും. അപ്പോ നമ്മളിത് ആത്മാവ് നിറഞ്ഞവരായി വേണേ. അതിനിപ്പോ എല്ലാവരും ആത്മാവിൽ നിറയണമെന്നുണ്ടോ? എല്ലാവരും അന്യഭാഷ പറയണമെന്നുണ്ടോ? ഇപ്പൊ എന്റെ പൊന്നെ, ഇപ്പൊ നമ്മുടെ അടുക്കൽ എന്തൊരു, ഞാൻ ഈ ജനിച്ചു വളർന്ന സ്ഥലം ഈ ബ്രദറുകാരുടെ നല്ല വേരോട്ടമുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ അപ്പന്റെ ഒരു ജ്യേഷ്ഠനും, സ്വന്തമല്ല വകയിൽ ഒരു ജ്യേഷ്ഠനും ഒരു അനുജനും ഒക്കെ അതിനകത്ത് മൂപ്പന്മാരാ, പേരുകെട്ടവരാ, വളരെ പേരുകെട്ടവരാ. പഴയ ബ്രദറുകാർക്കൊക്കെ അറിയാവുന്നവരാ, ഞാൻ പേര് പറയുന്നില്ല. അതുകൊണ്ട് ഞാനുണ്ടല്ലോ അവരുടെ ആരാധന മാത്രമേ കൂടിയിട്ടില്ലാതുള്ളൂ. ബാക്കിപ്പോ എല്ലാ കൂട്ടായ്മയ്ക്കും, പ്രത്യേകിച്ച് അവരുടെ YMEF-ലൊക്കെ ആണ് ഞങ്ങളൊക്കെ വളർന്നത്. ബ്രദറുകാരുടെ YMEF, നമ്മുടെ PIP-യേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ സംബന്ധിക്കുന്നത് YMEF ആയിരുന്നു. എനിക്ക് ഒത്തിരി പ്രോത്സാഹനം അവർ തന്നിരുന്നു. അപ്പൊ അവരുടെ ഞാൻ കൂട്ടായ്മയ്ക്കെല്ലാം പോയിട്ടുണ്ട്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ ബ്രദറുകാരുടെ എത്ര സഭയെ ഞാൻ പോയിട്ടുണ്ടെന്ന് അറിയാമോ? പക്ഷെ അവിടെ ഒരൊറ്റ പെന്തിക്കോസുകാരനെ ഞാൻ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കുറച്ചൊരു സ്വോത്രം പറയുകയോ ഒരു ഹല്ലേലൂയ പറയുകയോ കൈയടിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും അറിയാതെ ഒന്ന് സ്വോത്രം പറഞ്ഞു പോയെ എല്ലാവരുടെ തിരിഞ്ഞു നോക്കി ഇതെന്നാ കളിയാന്ന് കണ്ടു. മനസ്സിലായോ? ഇപ്പൊ ബ്രദറുകാരുടെ ഇടയിൽ ഒരൊറ്റ പെന്തിക്കോസുകാരനെ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ ഒത്തിരി പെന്തിക്കോസ് സഭയിൽ പോയിട്ടുണ്ട്. അവിടെ എല്ലാം മുക്കാ പങ്കും ബ്രദറുകാരാ. അതെന്നാന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഇടയിൽ ബ്രദറുകാർ ആരാ പറഞ്ഞ ബ്രദറുകാർ വളരുന്നില്ലെന്ന്? നമ്മുടെ ഇടയിൽ ബ്രദറുകാർക്ക് ഭയങ്കര വളർച്ചയാണ്.
ഇപ്പൊ ആത്മാവിൽ നിറയപ്പെടുന്നത് ഒരു ഓപ്ഷനായിട്ട് മാറി. വേണമെങ്കിൽ, പറ്റിയെങ്കിൽ, ഒത്തെങ്കിൽ എന്നൊക്കെ ഇപ്പൊ. പക്ഷെ ദൈവസഭയ്ക്ക് ദൈവം കൊടുത്ത ആജ്ഞ, പൗലോസ് കൊടുത്ത ആജ്ഞ എന്താണെന്നറിയാമോ? ആത്മാവിൽ നിറയപ്പെടൂ. അത് ഒരാളോടല്ല, ഒരു കൂട്ടം വ്യക്തികളോടും അല്ല. ആരെല്ലാം ദൈവസഭയ്ക്കകത്തു വരുന്നുവോ അവരെല്ലാം ആത്മാവിൽ നിറയപ്പെടണം. വായിച്ചേ റോമാലേഖനം 8-ാമത്തെ വാക്യം നിർത്തി. റോമർ 8:9. റോമർ 8:9. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവം ഉള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. എനിക്ക് ആ അവസാനത്തെ വാക്യം മറ്റവിടെ കിടക്കട്ടെ, പിന്നെ കയറി വരാം. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. അത് വളരെ രസമാണേ. നിങ്ങള് കയ്യില് ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ, കിങ് ജെയിംസ് വേർഷൻ ഉണ്ടെങ്കിലേ ആ വാക്യം ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയേ. Anyone the Spirit of Christ has not, he is not of him. വായിച്ചോ 8:9 വാക്യം വായിച്ചോ? 9 വായിച്ചോ? Now if any man have not the Spirit of Christ, he is none of his. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ലെന്നല്ല, മൂലഭാഷയെ കിടക്കുന്നതും അങ്ങനെ തന്നെയാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവന്റെ ആരും അല്ല. അങ്ങനെ മൂലഭാഷ കിടക്കുന്നത്, അങ്ങനെ ഇംഗ്ലീഷിലും കിടക്കുന്നു കേട്ടോ. ക്രിസ്തുവിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നില്ലെങ്കിൽ, എന്റെ പൊന്നു സഹോദര, എന്റെ പൊന്നു സഹോദരി, നിന്റെ അപ്പനായിരിക്കും സഭയ്ക്ക് സ്ഥലം കൊടുത്തത്, കെട്ടിടം വെച്ചു കൊടുത്തത്. എന്റെ അപ്പന്റെ സഭയാണെന്ന് പറഞ്ഞ് നടക്കരുത്. ക്രിസ്തുവിന്റെ ആത്മാവ് നിനക്കില്ലെങ്കിൽ, എന്റെ വല്യപ്പന്മാരാ സഭ സ്ഥാപിച്ചെന്നും സഭ പണിതെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. യേശുവിന്റെ ആരുമല്ല നീ. ക്രിസ്തുവിന്റെ ആത്മാവ് നിനക്കില്ലെങ്കിൽ നീ യേശുവിന്റെ ആരുമല്ല. അങ്ങനെ തന്നെ എഴുതിയിരിക്കണം കേട്ടോ. എനിക്ക് ആ പദം വളരെ ഇഷ്ടപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലെ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവന്റെ ആരും അല്ലെന്ന. ഹി നോട്ട് ഈസ് ഓഫ് ഹിം, അവന്റെ ആരും അല്ല. പക്ഷേ അത് തന്നെ കിടക്കും. അതാ ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. മലയാളം തന്നെ വായിച്ചുകൊണ്ട് വിശ്വാസത്തിൽ വളരാമെന്ന് വിചാരിക്കരുത് കേട്ടോ. അതിനെ ഇങ്ങനെ പഠിക്കുന്നത്. പണ്ട് എത്യോപ്യ രാജ്ഞിയുടെ ഉദ്യോഗസ്ഥൻ ഷണ്ണൻ ചോദിച്ചത് കേട്ടില്ലേ അല്ലെ? വായിച്ചുകൊണ്ടിരിക്കുക, ശിയാപ്രവചനം വായിച്ചുകൊണ്ടിരിക്കുക, ഫിലിപ്പോസ് കൂടെ ചേർന്ന് നടന്നു. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു, നീ വായിക്കുന്നത് നീ ഗ്രഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഒരുവൻ പൊരുൾ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കുമെന്നാ ചോദിച്ചു. പൊരുൾ തിരിക്കുക എന്ന് പറഞ്ഞാല് ചുരുളഴിക്കുക എന്നല്ല, സത്യത്തിൽ ചീച്ചെന്ന എന്നൊരു പദമാണേ അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാന്നറിയാമോ? ഒരുവൻ പൊരുൾ തിരിക്കുക എന്നല്ല, ഒരുവൻ പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? അങ്ങനെ കിടക്കുന്നത്. സത്യത്തില് അതിന് ഈ സത്യത്തിലെ ഈ ടീച്ചർ എന്നുള്ള പദം ഉണ്ടല്ലോ, അത് ടെഹാൻ ഒരു പദം. അതിന് സത്യം പറഞ്ഞ അതിന് ടെഹാൻ എന്ന് പറഞ്ഞ ഈ വലതുവിരല, ഇൻഡെക്സ് ഫിംഗർ, ഈ വലതുവിരല് എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്? അവിടെ ചൂണ്ടിക്കാണിക്കാൻ. ദോ വരുന്നു അല്ലേ പപ്പ, ദോ വരുന്നു, ചൂണ്ടിക്കാണിക്കുക.
പോയിരിക്കട്ടെ, ചൂണ്ട് വരല്ലേ. ഇത് തന്നെ അധ്യാപകനും ചെയ്യുന്നത്. ശരി, ഇതാണ് ശരി, ഇതാണ് ശരി. അതിനാ നമ്മളെ അധ്യാപകരെ വെച്ചിരിക്കുന്നത്. കാരണം ഈ മലയാളം ബൈബിള് ദയവ് ചെയ്ത് നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്യരുത്. മലയാളം നിങ്ങൾ കൊണ്ട് നടന്നു, പ്രത്യേകിച്ച് സത്യവേദ പുസ്തകം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്. പക്ഷെ അതിന്റെ കൂട്ടത്തില് അത്യാവശ്യം ഒരു 2-3 തർജ്ജമ വേദപുസ്തകം പഠിക്കുന്നവരായതുകൊണ്ട് കേട്ടോ. ഒരു സാധാ വിശ്വാസിക്ക് ഇതെല്ലാം കൂടെ വേണമെന്നില്ല, ഞാൻ പറയുന്നില്ല. കാരണം വേദപുസ്തകം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു 2-3 തർജ്ജമ നിങ്ങൾ സംഘടിപ്പിക്കണം. ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനമുള്ളവരാണെങ്കിൽ ഇഷ്ടം പോലെ തർജ്ജമ. അതിൽ പ്രധാനം കിങ് ജെയിംസ് വേർഷൻ, KJV. അത് നിങ്ങൾ സ്വന്തമാക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഇത് തമ്മിൽ ചേർത്ത് പഠിക്കണം. പണ്ടുള്ളവർ അങ്ങനെയാ ചെയ്തേ. നമ്മുടെ പിതാക്കന്മാരൊക്കെ അങ്ങനെ പഠിച്ചത്, അങ്ങനെ അവർ വചനം പഠിപ്പിച്ചത്. മനസ്സിലായോ? അന്ന് ഇപ്പം ഉദാഹരണം നിങ്ങൾക്കറിയാമോ, നമ്മുടെ പെന്തിക്കോസിലെ ആദ്യത്തെ ദൈവശാസ്ത്ര ഗ്രന്ഥം ഏതാണെന്നറിയാമോ? പെന്തിക്കോസിലെ ആദ്യത്തെ ദൈവശാസ്ത്ര ഗ്രന്ഥം, ആദ്യം തിയോളജി പുസ്തകം എഴുതിയ ആരാന്നറിയാവോ? TG ഉമ്മച്ചനപ്പച്ചന, ഫാസ്റ്റർ TG ഉമ്മൻ. TG ഉമ്മച്ചനപ്പച്ചന്റെ ഒരു പുസ്തകമുണ്ട്, അടിസ്ഥാന വേദോപദേശം. അടിസ്ഥാന വേദോപദേശം അതാണ് ആദ്യത്തെ മലയാളത്തിലെ തിയോളജി പുസ്തകം, ദൈവശാസ്ത്ര ഗ്രന്ഥം. ഈ അപ്പച്ചനുണ്ടല്ലോ, ഇംഗ്ലീഷും അറിയത്തില്ല, ഗ്രീക്ക് ഒട്ടും അറിയത്തില്ല, ഹീബ്രു കേട്ടിട്ട് പോലും ഇല്ല. സാധാ അദ്ദേഹം കൃഷിപ്പണി വീടിനെ, ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. ഹൈസ്കൂൾ വിദ്യാഭ്യാസം തന്നെ തികച്ചില്ലായിരുന്നു. അവർക്ക് ഒത്തിരി കൃഷിയുണ്ടായിരുന്നു, ഒത്തിരി വസ്തു ഉണ്ടായിരുന്നു. അതിലെ പണിയൊക്കെ ആയിട്ട് നടന്നു വന്ന. പക്ഷേ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോ അപ്പച്ചന്റെ രീതി ഒന്ന് മാറി. ഈ പുസ്തകം പഠിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പച്ചന്റെ കയ്യിലുണ്ടല്ലോ എത്ര തർജ്ജമ ഉണ്ടായിരുന്നറിയോ? അന്നത്തെ തർജ്ജമകളാണ്. മാണിക്കത്തനാരുടെ തർജ്ജമയെന്ന് കേട്ടിട്ടുണ്ടോ? കോനാട്ട് മൽപ്പാന്റെ പുസ്തകം എന്ന് കേട്ടിട്ടുണ്ടോ? പെശീത്ത ബൈബിൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം അപ്പച്ചന്റെ ഉണ്ടായിരുന്നു. ഞാന് സത്യം പറഞ്ഞ അന്വേഷിച്ച് നടക്കുക, ഇത് വല്ലയിടത്തും കിട്ടുമോ, നാട്ടിലുണ്ടെ തന്നാൽ ഞാൻ തക്ക വരെ തരാം. അതൊന്നും ഞാൻ കണ്ടിട്ട് പോലും. പെശീത്ത ബൈബിള് കിട്ടിയാൽ കൊള്ളാമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു. ഈ തർജ്ജമകൾ, പിന്നെ തമിഴ് അറിയാൻ നമ്മൾ, തമിഴ് പുസ്തകമുണ്ട്, തമിഴ് വേറെ പുസ്തകമുണ്ട്. ഈ പുസ്തകങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് വായിച്ച് അങ്ങനാണ് പൊരുൾ തിരിച്ചത്, അങ്ങനാണ് പഠിപ്പിച്ചത്, അങ്ങനെ ആ തിയോളജി പുസ്തകം എഴുതിയത്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ വേദപുസ്തകം പഠിക്കണമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒന്നും പാസ്സാകണമെന്നും ഇല്ലെന്നായി പറഞ്ഞേ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതൊരു മെറിറ്റാ കേട്ടോ, അതൊരു നല്ല കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാം. അപ്പൊ നോക്കിയേ, ഇതൊരു കമാൻഡാണ്. ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. കാര്യം എന്താ? പൗലോസ് തന്നെ പറയുകയാണ്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവന്റെ ആരുമല്ല. അങ്ങനെ കിടക്കും. അവന്റെ ആരുമല്ല, വേറെ ആരുടെയും ആരൊക്കെ ആയിരിക്കും കേട്ടോ. സഭയുടെ പ്രസിഡന്റിന്റെ അളിയനായിരിക്കും, ഉപ്പാപ്പനായിരിക്കും, കൊച്ചുമോനായിരിക്കും. പക്ഷെ യേശുവിന്റെ ആരുമല്ല, യേശുവിന്റെ ആരുമല്ല. നമുക്ക് യേശുവിന്റെ ആരെങ്കിലും ആകണ്ടേ, അല്ലേ? ദൈവമക്കളാകണ്ടേ. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത്. ഇനി അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 14:14. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. അപ്പോ കണ്ടോ, അപ്പൊ അവന്റെ ആരാകേണ്ടത് നമ്മള്? ചിലരുണ്ട് യേശുവിന്റെ അളിയനാന്നും പറഞ്ഞാ നടക്കുന്നത്. നമ്മളാരും യേശുവിന്റെ അളിയൻ, നമ്മൾ ദൈവത്തിന്റെ മക്കൾ. അതാ നമ്മളാകേണ്ടത്. ഞാൻ ആരാ? ഞാൻ യേശുവിന്റെ മകൻ. ടെക്നോൺ എന്നൊരു പദമാ ഗ്രീക്ക്, മകൻ. ടെക്നാൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ശിശു എന്നല്ല, സത്യത്തിലെ പഠിപ്പിക്കപ്പെടുന്നവൻ, അത്രയും പ്രായമായവൻ, ഈ പഠിച്ചാൽ പഠിപ്പിക്കാൻ പറ്റുന്നവൻ. അതാ മകൻ. ഈ ടെക്നഗോണിയ എന്നൊക്കെ പറഞ്ഞ ഒരു പദമുണ്ട് കേട്ടോ, മക്കളെ വളർത്തുക എന്നാ പദത്തിന്റെ ഗ്രീക്ക് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ടെക്നോൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രീക്ക് പദമാണ്. ആ പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല്
എ ഡിസിപ്ലിനബിൾ, എ ടീച്ചബിൾ ചൈൽഡ്. ഈ സത്യത്തില് നമുക്ക് എല്ലാരെയും പഠിപ്പിക്കാൻ പറ്റുകയില്ല. എനിക്ക് തോന്നുന്നൊരു ഒരു ഒരു വാക്യമുണ്ട്, 25-ലാണെന്ന് തോന്നുന്നു, 25 തോന്നുന്നു. എനിക്കിഷ്ടമുള്ള ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. 25-ന്റെ 9 ഒന്ന് വായിച്ചേ, അല്ല 25-ന്റെ 8 ഒന്ന് വായിച്ചേ. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. അടുത്തത് 9 കൊണ്ട്. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. ആർക്കാ ദൈവം തന്റെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്നതാ? നെടുമങ്ങാട്ടിനുള്ള വഴിയാണോ വഴി പഠിപ്പിക്കുന്നു പറഞ്ഞ? ദൈവം തന്റെ വഴി പഠിപ്പിക്കുന്നു. നിന്റെ വഴി യഹോവയെ വരമേൽപ്പിക്കാൻ പറഞ്ഞ എന്നതാ? നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ദൈവത്തിന്റെ കൊടുക്കാനാണോ പറഞ്ഞേ? അപ്പൊ വഴി എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക പദമാണ്. അർത്ഥം എന്നതാ? അർത്ഥം എന്താ? ജീവിതം. നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. അപ്പൊ ഈ വഴി എന്നതാ? ഒരു ആലങ്കാരിക പദമാണ്, സിംബോളിക് പദമാണ്. ജീവിതം. അപ്പൊ സൗമ്യതയുള്ളവരെ തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. കണ്ട? അപ്പൊ ദൈവം ആരെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നേ? സൗമ്യതയോടെ അത് സ്വീകരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നറിയാമോ? God may teach only the teachable. Only the teachable. പ്രത്യേകം കുറിക്കൊണ്ടാണ് കേട്ടോ. മുമ്പേ സിസ്റ്റർ ശാഠ്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലേ? കൂടെ ശാസന കേട്ടിട്ടും ശരിയാകുന്നില്ല, അവൻ ദൈവത്തിന്റെ ശിക്ഷ വാങ്ങിക്കും. അപ്പൊ ഈ ശാഠ്യം അഥവാ ശാഠൻ എന്ന് കേട്ടിട്ടില്ലേ? മകൻ ശാഠനാണ്. ശാഠ്യം എന്ന് പറഞ്ഞാൽ മത്സരമാണ്. മത്സരം എത്ര പറഞ്ഞു കൊടുത്താലും അത് അംഗീകരിക്കുകയില്ല, അനുസരിക്കുകയില്ല. അതുകൊണ്ടാ പറഞ്ഞത് മത്സരം ആഭിചാരദോഷം പോലെയാണല്ലേ പറഞ്ഞേ? പണ്ട് സമൂഹത്തിൽ പറഞ്ഞേ കൂടോത്രം പോലെ ഇരിക്കും, മന്ത്രവാദം പോലെയാണ് ആഭിചാരം, ഈ മത്സരം. ഗൗരവം മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ തിരുത്താനുള്ളത് ഓർപ്പിക്കുമ്പോൾ അത് കേട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് തിരുത്തേണ്ടത് തിരുത്തിയില്ലെങ്കിൽ പിന്നെ ദൈവം വഴി പഠിപ്പിക്കുകയില്ല. അങ്ങനെയുണ്ട്. ഫറവോന്റെ ഹൃദയം കഠിനമാക്കി പോലെ പിന്നെ ദൈവം നിന്റെ ഹൃദയം കഠിനമാക്കും. നീ കഠിനമാക്കാൻ തുടങ്ങിയ പിന്നെ ദൈവവും കഠിനമാക്കാൻ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവവചനത്തിലൂടെ ദൈവദാസന്മാർ അഥവാ ദൈവവചനത്തിന്റെ ശുശ്രൂഷകന്മാർ വചനം പൊരുതിരിച്ചു തരുമ്പോൾ അതിനകത്ത് ഇവിടെയൊക്കെ എന്തൊക്കെ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്, ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട്, അത് കേട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ മാത്രമേ ദൈവം തന്റെ വഴി പഠിപ്പിക്കൂ. ശ്രദ്ധിച്ചോത്തോളം കേട്ടോ. ഇത് ഈ പദം നിങ്ങൾ മറക്കരുത്. God may teach only the teachable. God may guide only the guidable. കേട്ടോ? അത് ഒന്ന് കുറിച്ചു വെച്ചോന്നേ. ഞാൻ വഴക്ക് പറയുകയല്ല, ഷാജിപ്പാസും വഴക്ക് പറയുകയല്ല, അതൊക്കെ എഴുതി വെച്ച് കേട്ടോ. God may teach only the teachable. ദൈവം പഠിപ്പിക്കും. ആരെയാ? പഠിക്കാൻ മനസ്സുള്ളവരെ. God may guide only the guidable. ദൈവം നമ്മളെ വഴി നടത്തും. ആരെയാ? വഴി നടത്തപ്പെടാൻ സമ്മതിക്കുന്നവരെ. അതുകൊണ്ട് നമ്മളുടെ വായിച്ചതില് ദൈവാത്മാവ് നടത്തുന്നവർ, ആത്മാവിനാൽ നടത്തപ്പെടുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അവിടെ ഗൈഡ് ചെയ്യപ്പെടുക എന്നേ അർത്ഥമുള്ളൂ. നടത്തപ്പെടുക അല്ലേ? ആത്മാവിനാൽ നടത്തപ്പെടുക. ആത്മാവ് നമ്മളെ സത്യത്തില് നടത്തുന്നവൻ ഗോ എന്നൊരു പദമാണ്. അതിന്റെ സത്യത്തിൽ ലീഡ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ടേക്ക് വിത്ത് വൺ
ടു ലീഡ് ബൈ ലേയിങ് ഹോൾഡ് ഓഫ്. ഒരു വ്യക്തിയെ നമ്മൾ കൈവച്ച് പിടിച്ചു നടത്തുക എന്നതിന്റെ അർത്ഥം. അഗോ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം നടത്തപ്പെടുക, ആത്മാവ് നടത്തപ്പെടുക. അപ്പൊ ചുമ്മാ നീ എഴുന്നേറ്റൊക്കെ പൊക്കോന്ന് പറയുകയല്ല, മറിച്ച് ആത്മാവ് എന്ത് ചെയ്യും? നമ്മളെ പിടിച്ചു ഇതിലേ പോവുക. എന്നിട്ട് ടു ബ്രിങ് ദ പോയിന്റ് ഓഫ് ഡെസ്റ്റിനേഷൻ. ചുമ്മാ നടത്തുകയല്ല, നമ്മൾ പോകുന്നതിലെ അടിക്കുകയല്ല, നടത്തേണ്ടിടത്തേക്ക് നടത്തുക. ഏത് ലക്ഷ്യമാണോ ആത്മാവ് ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടേക്ക് നടക്കുക. അതാ ഇവിടെ പ്രധാനം കേട്ടോ. അഗോ എന്ന പദത്തിന് ലീഡ് ബൈ ലേയിങ് ഹോൾഡ് ഓഫ്, കൈ പിടിച്ചു നടത്തുക, അല്ലെങ്കിൽ ടു ബ്രിങ് ടു ദ പോയിന്റ് ഓഫ് ഡെസ്റ്റിനേഷൻ, ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുക. അല്ലാതെ നമ്മള് നടക്കുന്നതിലെ എല്ലാം പിടിച്ചോണ്ട് നടക്കുകയല്ല ദൈവാത്മാ. അപ്പോ നമ്മൾ പണ്ട് പറയുകയല്ലേ, അടിക്കുന്നതിലെ പോയില്ലെങ്കിൽ പിന്നെ പോകുന്നതിലെ അടിക്കും. അങ്ങനത്തെ പരിപാടി ആത്മാവിനില്ല. അടിക്കുന്നതിലെ പോയില്ലെങ്കിൽ ആത്മാവൊന്ന് വിട്ടുകളയുകയുള്ളൂ. അല്ലാതെ പിന്നെ പോകുന്നതിലെല്ലാം അടിച്ചുകൊണ്ട് നടക്കുകയല്ല ആത്മാവ്. അത് നമ്മുടെ പണിയാണ്. ആത്മാവ് എന്ത് ചെയ്തറിയാമോ? അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യും? ഉപേക്ഷിക്കും. അപ്പൊ ദൈവമക്കൾ എന്നുള്ള പേര് പോകും. അവരാ ദൈവമക്കൾ. ആത്മാവിനെ നടത്തപ്പെടുന്നവരാ ദൈവമക്കൾ. കണ്ടോ? ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ അവന്റെ ആരും അല്ല. അപ്പൊ ആത്മാവ് ഉള്ളവനാരാ? ആത്മാവ് ഉള്ളവനാരാ? ദൈവമക്കൾ. അപ്പൊ മനസ്സിലായോ? ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? നിങ്ങളുടെ ബ്രെയിനകത്ത് കുറെ കുറെ പുതിയ സെന്റൻസ് എല്ലാം കൂടെ തരാനല്ല എന്റെ ഉദ്ദേശം. ഈ ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകണം, ഒരു മാറ്റം ഉണ്ടാകണം, നമ്മുടെ ചിന്തകൾക്ക് മാറ്റം ഉണ്ടാകണം, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. ഇതുവരെ ഈ പറ്റിയത് എന്താണെന്നറിയാമോ? ഒത്തിരി അബദ്ധങ്ങൾ കേട്ട് ഇതെല്ലാം കൂടെ മനസ്സിനകത്ത് നമ്മളിങ്ങനെ കൂട്ടി വെച്ചു. ഇതൊക്കെയാ ക്രിസ്തീയ ജീവിതമാണ്. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു പോവുക. നമുക്ക് പറ്റിയത് ഇവിടെയാ. ഇന്നത്തെ ദൈവസഭയ്ക്ക് പറ്റിയത് ഇതാ. ഇത് തിരുത്താനാ ഞങ്ങളെ പോലുള്ളവരെയൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. പക്ഷെ നമ്മളെ അധികം പേർക്ക് താല്പര്യമില്ല. ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് വിളിക്കാൻ നേരം പറയും, ഈ പുള്ളിയെ വിളിക്കരുത്, പുള്ളി നക്സലൈറ്റ് ആന്ന് പറയും. അങ്ങനെ ഒരു നക്സലൈറ്റ് പാസ്റ്ററാണ് ഞാൻ. എനിക്കതിനകത്ത് ഒരു വിരോധമില്ല. എന്നാലും ഇതിനകത്ത് വെള്ളം ചേർക്കാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല. ഞാൻ അധ്യാപക വൃത്തിയിലിരുന്ന ഒരാളാണ് കേട്ടോ, പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എൻ്റെ വൈഫ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലായി 13 വർഷത്തോളം പ്രിൻസിപ്പലായിട്ടിരുന്ന് പെൻഷനായ ആളാണ്. ഞങ്ങൾ രണ്ടുപേരും പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴല്ല, ഉപദേശിയായപ്പം അധ്യാപികയെ കെട്ടിത്തരികയല്ലോ. ഞാനും പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് കെട്ടിച്ചത്. കർത്താവിന്റെ വിളി എൻ്റെ മേൽ ശക്തമായപ്പോ മാസങ്ങൾ തന്നെ എനിക്ക് നിർബന്ധം എൻ്റെ മേൽ വന്നു. ഞങ്ങളിരുന്ന് ബോസിച്ചും കരഞ്ഞും ബോസിച്ചും അവസാനം ഒരു തീരുമാനം എടുത്തു, ഒരാൾ ജോലി ചെയ്താൽ മതി, ഒരാൾ പൂർണ്ണസമയം സുവിശേഷം. അങ്ങനെ ഞാൻ ജോലി ചെയ്ത് വെച്ച് ഭാര്യ സുവിശേഷ വിലയ്ക്ക് വിടാൻ ഒക്കുമോ? സൗകര്യമാർക്ക് സുവിശേഷ വില ചെയ്യുന്നതിന് ഒരു പരിമിതിയില്ലേ? എന്നവള് ഹൈസ്കൂൾ അധ്യാപിക. അവളോട് പറഞ്ഞു, പൂർണ്ണമായിട്ട് ഇറങ്ങിക്കും, ബാക്കിയുള്ളത് മതി, ഒരാളുടെ വരുമാനം മതി, അതുകൊണ്ട് ജീവിക്കാം എന്ന് പറഞ്ഞ് തൊഴിൽ വിട്ടിറങ്ങിയ ഒരാളാ ഞാൻ. 8ാം ക്ലാസ്സിൽ 8 വട്ടം പൊട്ടിയിട്ടിറങ്ങിയതല്ല. പറഞ്ഞത് വില കൊടുത്തത് എന്തിനാണെന്നറിയാമോ? ഈ സത്യം മാത്രമേ പറയൂ, ഇതിനകത്ത് വെള്ളം ചേർക്കുകയില്ല. ഞാൻ സഭയിലാണെങ്കിലും കർശനമായിട്ട് ഉപദേശം പറയും. എന്നിട്ട് ഞാൻ തന്നെ പറയും, കുമാരനാശാൻ പറഞ്ഞ പോലെ, മദ്വചനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിക്ക് മാപ്പ് നൽകി. എന്റെ വാക്കുകൾക്ക് അത്ര മാർദ്ദവം തോന്നിയില്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അതിന് നിങ്ങൾ മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും, പരിവാരണം അത് ഇപ്പുറത്തൂടെ ഞാൻ താങ്ങിക്കോളാം. നമ്മൾ താങ്ങുകയും അവരോട്
സ്നേഹ സംഭാഷണം ഒക്കെ ചെയ്യും. തെറ്റ് ചെയ്താലും നമ്മൾ പറയും, ബ്രദറെ സാരമില്ല പോട്ടെ, എന്നാലും ദൈവത്തെ മറക്കല്ലേ, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ക്രമീകരിക്കണേ. 7-ാം കൽപ്പന ലംഘിച്ചവനെയും ക്രമീകരിച്ച് ഞാൻ സമയം നിർത്തിയിട്ടുണ്ട്. 7-ാം കൽപ്പന ലംഘിച്ചവനോട് എല്ലാരും തള്ളി, എല്ലാവരും ഉപേക്ഷിച്ചു. ഞാൻ പറഞ്ഞില്ല, ദൈവം അവനെ സ്നേഹിക്കും. ദാവീദിനെ കൊണ്ടുവന്നില്ലേ? അപ്പോ അങ്ങനെയുള്ളവരെ ഒക്കെ താങ്ങും. പക്ഷെ അതുകൊണ്ട് 7-ാം കൽപ്പന ലംഘിച്ചോളാൻ പ്രസംഗിക്കാൻ നോക്കും എനിക്ക് ഇല്ല. ഉപദേശം പ്രസംഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കർശനമാണ്. അതിനാണ് നല്ല പ്രായത്തിൽ ജീവിതം വലിച്ചെറിഞ്ഞു കളഞ്ഞത്. ജോലി കിട്ടാഞ്ഞിട്ടല്ല, തോറ്റുപോയിട്ടുമല്ല. കർത്താവിന്റെ എന്റെ അപ്പൻ പാസ്റ്ററായിരുന്നു. സംഭവം ഇതാണേ, എന്റെ അപ്പച്ചൻ പാസ്റ്ററായിരുന്നു. അന്ന് പഠിപ്പിച്ചോണ്ടിരിക്കപ്പോ ഞങ്ങള് ജനിച്ചു വളർന്നപ്പോ തൊട്ടേക്ക് അപ്പച്ചൻ പാസ്റ്ററാ. അവസാനമായപ്പോഴത്തേക്കുണ്ടല്ലോ അദ്ദേഹത്തിന് അടുപ്പിച്ച് 2-3 വട്ടം അറ്റാക്ക് ഉണ്ടായി. അപ്പോ ഒരു പ്രാവശ്യം അറ്റാക്ക് ഉണ്ടായി, ലാസ്റ്റ് അറ്റാക്ക് ഉണ്ടായിട്ട് അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി പ്രസംഗിക്കാനൊന്നും വിടരുത്, വളരെ വീക്കാണ് ഹാർട്ട്, അതുകൊണ്ട് വിടരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വീട്ടിൽ വന്നു. വിശ്രമിക്കുന്ന സമയമാണ്, ബെഡ് റെസ്റ്റ് ആണ്. നിങ്ങൾക്കറിയരുതോ, അറ്റാക്ക് കഴിഞ്ഞു വെച്ച് ഹെവി അറ്റാക്ക് ആയിരുന്നു, മാസീവ് അറ്റാക്ക് ആയിരുന്നു. വീട്ടിൽ വന്നു, 1 മാസം പിടിച്ച് കിടത്തിയേ. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ രാവിലെ ഒരുക്കുക, സമയം പോകാൻ, എന്റെ ബാഗ് എന്തിയെ, എന്റെ പുസ്തകം എന്തിയെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാം. ഇത്രയും കാശ്, നല്ല കാശായി ആശുപത്രി കൊടുത്തത് ഞാനാ. എനിക്കങ്ങനെ ഞാൻ പറഞ്ഞു പോവുകയെന്ന് പറഞ്ഞു, ഇതിനകത്ത് നിന്ന് ഇറങ്ങരുത്. അപ്പനോടുള്ള സ്നേഹം കൊണ്ടാണേ. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ബാഗോടെ വേറെ പുസ്തകം കൊണ്ട് ഒളിച്ചു വെച്ച്, ബാഗും വേറെ പുസ്തകം എല്ലാം കൊണ്ട് ഒളിച്ചു വെച്ച് പോകാതിരിക്കാൻ. ഇത് കിട്ടിയില്ലേ പോവുകയല്ലോ എന്നും കണ്ട് ഞാൻ ഇത്തിരി വഴക്കും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ 2 ആൺപിള്ളേരാണ്, എന്റെ ജ്യേഷ്ഠനുമുണ്ട്, അദ്ദേഹം ഹൈസ്കൂൾ അധ്യാപകനാണ്. അദ്ദേഹം ഹെഡ് മാസ്റ്ററായിട്ട് വിരമിച്ചു, മരിച്ചുപോയി, ആളില്ല. അപ്പൊ ഞാനേ പറഞ്ഞു, ഞങ്ങള് 2 ആൺപിള്ളേര് ജീവിച്ചിരിക്കുന്നു. ഈ പോകുന്ന പോക്കി വഴി കിടന്ന് ചത്താൽ, വണ്ടിയെ കിടന്ന് ചത്താൽ ഞങ്ങക്ക് പിന്നെ കിടക്കണോ? നാട്ടുകാരെ മുഴുവൻ ഞങ്ങൾക്കെതിരെ നിൽക്കുകയല്ലേ. അവർ ആൺപിള്ളേർ 2, അതും അറിവുള്ളവര്, അധ്യാപകർ 2 പേരുണ്ടായിട്ട് ഇങ്ങനെ സംഭവിച്ചില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത്രയും വേവലാതിപ്പെട്ടു. ഇളയാള് ഞാനാ, അവ എന്റെ കൂടെയാണ്. പിടിച്ചു ഞാന് ബാഗ് കൊണ്ട് ഒളിച്ചു വെച്ചു, പോകരുതെന്ന് കർശനമായിട്ട് വിലക്കി. അവസാനം സമ്മതിക്കുന്നില്ലെന്ന് കണ്ടപ്പോ ഞാൻ വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കയറി വരുമ്പോൾ ഞാൻ നോക്കുമ്പോ എന്റെ അപ്പൻ കട്ടിലിരുന്ന് കരയുന്നതാണ്. വെങ്ങി കരഞ്ഞ് എനിക്ക് വലിയ വിഷമം തോന്നി. ഞാൻ അടുത്ത് നിന്ന് ക്ഷമ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, എന്റെ ആരോഗ്യസ്ഥിതി ഇല്ല, ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു അതുവരെ. ഞാൻ പറഞ്ഞു, ഡോക്ടറിൻ്റെതാ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഇവിടുന്ന് പോയാൽ അന്ന് വരെ ചെല്ലുമെന്ന് ഉറപ്പില്ല, വാഹനത്തിലൊക്കെ അറിയാം, കൊണ്ട് പോകാൻ പറ്റുക. ഇതെന്നെ കണ്ടമാനം വേദനിപ്പിച്ചു, കുറ്റബോധത്തിലാക്കി. എന്നാറിയാവോ, ഞങ്ങളുടെ കുടുംബത്തിൽ പുസ്തകം അന്യം നിൽക്കുന്നു, അപ്പനെ കൊണ്ട് പുസ്തകം തീരുന്നു, ഇത് ചുമ്മാൻ ആളില്ലാതെ വരുന്നു. കുറ്റബോധമായി, വലിയ വിഷമായി, ഭാരമായി. ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, എനിക്ക് ഒരു സ്വസ്ഥതയില്ല, ഈ പുസ്തകം ഇനി ആരെടുക്കും? അങ്ങനെയാണ് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ ദൈവാത്മാവ് വിളിച്ച് ഈ ഇരമ്യാവിനെ ഇറക്കിയ പോലെ, നീ എന്നെ നിർബന്ധിച്ച് ഞാൻ അങ്ങ് സമ്മതിച്ചും പോയെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഞാൻ ചോദിച്ചവരുടെ വിലക്കിറങ്ങി. അല്ലാതെ ഞാനും വന്നേക്കാവേ എന്ന് പറഞ്ഞ് യെശയ്യാവ് പറഞ്ഞില്ലേ, ഞാൻ വരുന്നു, ആരെനിക്ക് വേണ്ടി പോകുന്നു പറഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞ് യെശയ്യാവ് അങ്ങോട്ട് പറഞ്ഞു പോകും.